പ്രൈസ് ലോർഡ് ചർച്ച്. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ജൂലൈ മാസത്തിൻ്റെ 2ാമത്തെ ആഴ്ചയിൽ അരുമനാഥനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ ഓൺലൈൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുക അത്രയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ ഭംഗിയായിട്ട് അനുഗ്രഹത്തോടെ വഴി നടത്തിയ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഉച്ചസമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. കർത്താവേ, ഈ ആരാധന സ്വർഗം സന്തോഷിക്കുന്നതായി തീരണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരാധനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവെ സഹായിക്കണം. അടിയങ്ങളുടെ കുറവുകളെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാസ്റ്ററും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന ദൈവിക വേലകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വന്ന എല്ലാ ജനത്തിനെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും കർത്താവെ, അവരൊക്കെയും ആയിരിക്കുന്നിടത്ത് നിൻ്റെ ഉത്തമ സാക്ഷികളായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അല്പം നേരം നിൻ്റെ സന്നിധിയിലായിരിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണം. സകലം ജീവനും വെച്ച് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും കർത്തസന്നിധിയിൽ എഴുന്നേക്കാം. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ ചെയ്ത ഉപകാരങ്ങളെ എത്ര സ്തുതിച്ചാലും നമ്മൾ മറക്കില്ല. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നമ്മുടെ മനസ്സ് പല മേഖലകളിൽ സഞ്ചരിക്കും. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെ വാഴ്ത്തുവാനാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് 103. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നന്ദിയുള്ള ഹൃദയങ്ങളായി ഈ സന്നിധിയിലായിരിക്കാൻ നമ്മൾ കഴിയട്ടെ. ഹല്ലേലൂയ. നമുക്ക് ആദ്യത്തെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ. മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഊരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. ഊരിരുൾ താഴ്വരയാതിലും
വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 95. വരുവിൻ നാം യഹോവയ്ക്ക് ഘോഷിച്ചുല്ലസിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക. ഹല്ലേലൂയ. 134:2. വിശുദ്ധ മന്ദിരത്തിൽ കൈകളുയർത്തി യഹോവയെ വാഴ്ത്തുവീൻ. ഹല്ലേലൂയ. വിശുദ്ധ മന്ദിരത്തിൽ കൈകളുയർത്തി യഹോവയെ വാഴ്ത്തുവീൻ. ഹല്ലേലൂയ. എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി കരുതാമെന്ന് വിളിച്ചവനെ എന്നുള്ള പാട്ട് പാടി നമുക്ക് വീണ്ടും ആരാധിക്കാം. കരുതാമെന്നുരച്ചവരേ, എനിക്കൊട്ടും ഭയമില്ല നിരച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ നികത്തിയില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ നികത്തിയില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ പാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകലെൻ്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും, ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും, ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവരേ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ നികത്തിയില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ നികത്തിയില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു സാരാപത്തിൽ സഹിച്ചിടുവാൻ, മരിക്കുവാൻ ഒരുക്കമായിരുന്നിടിലും. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ, എൻ്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ, എൻ്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ നികത്തിയില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ നികത്തിയില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്ത്തുകളപ്പുരയൊന്നും നിറയുന്നില്ല.
വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ നികത്തിലില്ലേ ഒന്ന്, ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ നികത്തിലില്ലേ ഒന്ന്, ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങീടിലും, ചുരച്ചെടി തണലതിയുറങ്ങിയിലും, വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു തൃപ്തനാക്കി നടത്തിടും ദിനം ദിനമായി. വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു തൃപ്തനാക്കി നടത്തിടും ദിനം ദിനമായി. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ നികത്തിലില്ലേ ഒന്ന്, ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. 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 ഹല്ലേലൂയ. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ അവയെ പുലർത്തുമെന്ന കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാം. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചീവിൻ യേശു രാജാതിരാജാവിൻ എന്നുള്ള പാട്ടുപാടി വീണ്ടും സ്തുതിക്കാം. എല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാറോടാണ് ചേരുവേ. അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാറോടാണ് ചേരുവേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ താൻ ജീവനെ നൽകിയവൻ.
പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ താൻ ജീവനെ നൽകിയമേ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടിക്കാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടിക്കാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കണ്കൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. കണ്കൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. പാരിൽ കഷ്ടതകൾ വീറും ദിനം തോറുമേ കാന്താ വേഗം നീ വന്നിടുമേ. പാരിൽ കഷ്ടതകൾ വീറും ദിനം തോറുമേ കാന്താ വേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടിക്കാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടിക്കാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. ഉള്ളമേ സ്തുതിക്കാം നീ പരനെ തന്മാത്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പോകട്ടാം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പോകട്ടാം. അവലോകത്ത് നീ വലഞ്ഞു ആശയില്ലാതലഞ്ഞു. പാപരോഗത്താൽ നീ വലഞ്ഞു ആശയില്ലാതലഞ്ഞു. പരം കേടിടുമ്പോൾ തിരുമേനി അതിൽ വ്യാധിയെല്ലാം വഹിച്ചു. പരം കേടിടുമ്പോൾ തിരുമേനി അതിൽ വ്യാധിയെല്ലാം വഹിച്ചു. ഉള്ളമേ സ്തുതിക്കാം നീ പരനെ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പോകട്ടാം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പോകട്ടാം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. ഉള്ളമേ സ്തുതിക്കാം നീ പരനെ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പോകട്ടാം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പോകട്ടാം. ആത്മാവിനാൽ നിറച്ചു ആനന്ദ
പകർന്നു, ആത്മാവിനാൽ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. ഉള്ളമേ സ്തുതിക്കാം നീ വരനെ, സ്തുതിക്കാം സ്തുതിക്കാം എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു, ആത്മാവിനാൽ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു, പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. ഉള്ളമേ സ്തുതിക്കാം നീ പരനെ, തന്നാൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടിൽ പറയുന്നത് പല ശോധനകൾ വരും, ഹല്ലേലൂയ, പക്ഷേങ്കിൽ അവിടെയൊക്കെ നമ്മളെ താങ്ങുന്നവനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകയിൽ. നമ്മളെ ലോകത്തിൽ സ്നേഹിക്കുവാൻ യേശു അല്ലാതെ വേറെ ആരുമില്ല. ഹല്ലേലൂയ. അങ്ങില്ലാതെ വേറില്ല ഒരാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്തൻ പ്രാണപ്രിയനെ. ഹല്ലേലൂയ. നമുക്ക് വേറൊരിടത്തും ആശ്രയമില്ല. ഈ ലോകത്തിൽ യേശു മാത്രമേ ഉള്ളൂ നമ്മുടെ ആശ്രയം. ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ആരാധന ഗാനം പാടാം. അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ. അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം, അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ. അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ. അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ.
കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാതയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാതയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേയ്ക്കാരാധന യേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന യേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന യേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന യേശുവേ അങ്ങേയ്ക്കാരാധന. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്പിതാവേ, അല്പനേരം നിന്റെ പാദവിടത്തിലായിരിക്കാൻ സാധിച്ച കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്നത്തെ സർവീസിനെ മുറ്റുമായിട്ട് നിന്നിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഇതിനെ ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ സ്വർഗീയ സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ചിന്തകളാൽ, ഭാരത്താൽ, പ്രയാസത്താൽ, രോഗത്താൽ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവരിന്ന് സന്തോഷമായിട്ട് മടങ്ങി പോകാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. വിശ്വാസം അറ്റുപോയവരെ, വിശ്വാസം നശിച്ച് പ്രതീക്ഷയില്ലാതിരിക്കുന്നവർക്ക് ഇന്ന് പുതുജീവനെ കൊടുക്കുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്ന ഫയലുകൾ ഓപ്പൺ ചെയ്തിന്ന് സൈൻ ചെയ്യുന്ന ദിവസമാക്കി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഉത്തരം കിട്ടാതെ കിടക്കുന്ന വിഷയത്തിന്മേൽ കർത്താവെ ഭാരപ്പെട്ട് വന്നിരിക്കുന്നവരെ ഹല്ലേലൂയ സന്തോഷമായിട്ട് മടങ്ങി പോകാനായിട്ട് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാലാവസ്ഥ മൂലം രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, അവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാസ്റ്ററിനും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക വേലകളെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മാനിക്കുന്ന കൃപകൾക്കായി ഈ ദേശത്ത് അനുഗ്രഹത്തോടെ അഭിമാനത്തോടെ നിർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കടന്നു വന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുറത്ത് ദേശത്ത് കർത്താവെ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പോകുന്ന വഴികൾ, സഞ്ചരിക്കുന്ന ഇടങ്ങൾ കർത്താവിന് ഇഷ്ടമുള്ളതായിരിക്കണം കർത്താവെ. അവർ വേർവിട്ട് സഞ്ചരിച്ചു പോകാനായിട്ട് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കേരള ദേശത്തിനും ഇന്ത്യ രാജ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. UAE രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്പമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെയും കേൾക്കുന്നുണ്ട് കർത്താവെ. ഓക്കെ കർത്താവെ, നീ മാറ്റിത്തരുന്നവനായ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. എല്ലാത്തിനും കർത്താവെ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കണം. സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഇവിടെ ആയിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അല്പനേരം ഞങ്ങൾ ഇരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഞങ്ങൾ കേട്ട് സംതൃപ്തിയായിട്ട് മടങ്ങിപ്പോകാനായിട്ട് സഹായിക്കണം. സകലം ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കേവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മളുടെ സ്തോത്രങ്ങളിൽ വസിക്കുന്ന ദൈവം നമ്മുടെ ആരാധനയിൽ നമ്മോട് ഏറ്റവും അടുത്ത് വരുന്ന ദൈവം തീർച്ചയായിട്ടും ഇന്ന് നമ്മളോട് സംസാരിക്കും. തൻ്റെ വചനത്തിൽ കൂടി നമ്മളെ ബലപ്പെടുത്തും. നമുക്കതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ ആയിരിക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നു. ഞങ്ങൾക്ക് സാന്ത്വനം നൽകുന്നു. ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നു. ഞങ്ങളേവരും കർത്താവെ അങ്ങയുടെ വാക്കിനായി കാതോർത്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. അതിനായിട്ട് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ദിവസത്തിനായിട്ട് ഇന്ന് ദൂരത്തും ചാരത്തുമായിട്ട് ഓൺലൈനായിട്ടും
ചർച്ച് ഹാളിലും ഈ സർവീസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവ മക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. വെളിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനേക്കാളുമൊക്കെ ഉപരിയായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾക്കെപ്പോഴും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമയമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾക്ക് ജീവിതത്തിൽ ഓരോ നിമിഷവും ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ്? സയൻറ്റിഫിക്കലി ഇവിടെ യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് വിച്ച് ഈസ് മോസ്റ്റ് നീഡഡ് ഇൻ യുവർ ലൈഫ് ടു ലീവ് എവറി മോമെൻറ്റ്? എന്താണ്? എന്താണ്? പൈസയോ? പൈസ ഉണ്ടെങ്കിലും ശ്വാസമില്ലെങ്കിൽ വാട്ട് ഈസ് ദ തിങ് ദാറ്റ് ഈസ് മോസ്റ്റ് നീഡഡ്? ഓക്സിജൻ അല്ലേ? ഓക്സിജൻ. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും, പൈസ ഉണ്ടെങ്കിലും ഓക്സിജൻ ഇല്ലെങ്കിൽ പോയി കേട്ടോ. ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇറ്റ് ഈസ് ഓക്സിജൻ. ഓരോ ശ്വാസം എടുക്കണ്ടായോ അല്ലേ? ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഓക്സിജനാണ്. അതുകൊണ്ട് ആരെങ്കിലും മൂക്കും അടച്ച് ഇരിക്കുമോ? മൂക്കും പൊത്തി ശ്വാസം വേണ്ട. ചിലപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ടല്ലേ, മാക്സിമം ഒരു കുറച്ച് സെക്കൻഡ്സ് പോകാം. അത് കഴിയുമ്പം ഒന്നുകിൽ നമ്മൾ കൈയെടുക്കും, അല്ലെങ്കിൽ തീർന്നു പോകും, അല്ലയോ? അതാണ് യാഥാർത്ഥ്യം. ആരും യു വിൽ നോട്ട് ഗോ വിത്തൗട്ട് ഓക്സിജൻ ഫോർ ലോങ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ജീവിതത്തിൽ എനിക്ക് ജീവിക്കുവാൻ, ഓരോ നിമിഷവും ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളത് നമ്മൾ ചെയ്യും അല്ലേ? ഒരു മൂക്കടപ്പ് വരുമ്പോഴത്തേന് അയ്യോ ഇതെങ്ങനെയല്ലോ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഇതൊന്ന് മൂക്കടഞ്ഞാൽ വാ തുറക്കും, വായുടെ അടഞ്ഞാൽ കഴിഞ്ഞു. സോ വി നോ നമുക്കത് ആവശ്യമാണല്ലേ? അതുപോലെ ഒരു കൊച്ചു കുഞ്ഞ് നമ്മൾ ജനിച്ച് ഒരു 4-5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ സ്കൂളിൽ വിടും അല്ലേ? എന്തിനാണ്? ബിക്കോസ് വി നോ, പേരൻസിനറിയാം, കുഞ്ഞിനറിയത്തില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലാകും, പഠിത്തമില്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ എങ്ങും എത്താൻ പറ്റത്തില്ല. സോ അപ്പോൾ നമ്മൾ അഗെയിൻ പഠിക്കാൻ പോകുന്നത് എന്തിനാണ്? ഈ ലോകത്തിൽ ഒരാളോട് സംസാരിക്കണമെങ്കിൽ, വേറൊരു രാജ്യത്ത് പോയാൽ ഒരാളോട് സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ ഞാൻ പഠിക്കണം. ഐ നീഡ് എഡ്യൂക്കേഷൻ അല്ലേ? അപ്പം സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ബിൽറ്റ് ഇൻ ടു എവ്രി വൺ ഓഫ് us ഈസ് ദാറ്റ് അവെയർനെസ് that to progress in life we need to do something. നമുക്കെല്ലാവർക്കും ആ ഒരു അറിവുണ്ട്. നമ്മൾ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് പഠിത്തം ആവശ്യമാണ്, നമ്മളുടെ ജീവിതത്തിൽ ഓക്സിജൻ ആവശ്യമാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഭൗതികമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾക്കറിയാം നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ആത്മീയമായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് ചെയ്യുവാൻ എന്തുകൊണ്ടാണ് നമുക്ക് താല്പര്യമില്ലാത്തത്? ദൈവം തൻ്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ നിമിഷവും ആത്മീയമായിട്ട് ജീവിക്കുവാൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ജീവിതമേ ഉള്ളൂ. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആത്മീയമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും. സ്പിരിച്വൽ ലൈഫ് ആൻഡ് സെക്യുലർ ലൈഫ് യു കനോട്ട് സെപ്പറേറ്റ്. ദർ ഇസ് ഓൺലി വൺ ലൈഫ് വിച്ച് ഈസ് ദ ഗോഡ് ഗിവൺ ലൈഫ്. ആ ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് ദൈവവചനം ആവശ്യമാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ദൈവവചനം വായിക്കുന്നില്ല? Why is it that we are not desperate to read the word of God every day? എന്തുകൊണ്ടാണ് നമ്മൾ പലരും ഈ വചനത്തെ നാം വായിക്കുന്നില്ല ഓരോ ദിവസവും? ഞാൻ ആദ്യമേ പറഞ്ഞു, ഓക്സിജൻ ഈസ് നീഡഡ്. ദിസ് ഈസ് അവർ സ്പിരിച്വൽ ഓക്സിജൻ. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മീയ മനുഷ്യൻ്റെ ഓക്സിജൻ ഇതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് വായിക്കുന്നില്ല? ദൈവവചനം വായിക്കുവാൻ നമുക്ക് എന്തുകൊണ്ട് താല്പര്യമില്ല? Could it be that we are not interested in the spiritual? നമുക്ക് ആത്മീയമായിട്ട് ഒരു താല്പര്യമില്ല എന്നുള്ളതാണോ അതിൻ്റെ യാഥാർത്ഥ്യം? അതോ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണോ? ആവശ്യങ്ങൾ നേടിക്കഴിയുമ്പോൾ പിന്നെയും ഇത് എവിടെയെങ്കിലും സൈഡിൽ ഇരിക്കും, വായന മുടങ്ങും. നേരത്തെ 10 ചാപ്റ്റർ വായിക്കുന്ന ആളിപ്പോൾ 5 ആകും, പിന്നെ അത് 2 ആകും, പിന്നെ അത് 1 ആകും, പിന്നെ ഒന്നും ഇല്ലാതാകും. യാഥാർത്ഥ്യമല്ലേ? എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു വാഞ്ചയില്ല? യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം,
Matthew 4 verse 4, Jesus said, "Man shall not live by bread alone, but by every word that comes from the mouth of God." യേശു പറയുമായിരുന്നു, മനുഷ്യൻ അവൻ്റെ ശരീരത്തിനായി ഭക്ഷണം കഴിക്കുന്നത് പോലെ അവൻ്റെ ആത്മാവിനായിട്ട് ദൈവവചനം ആവശ്യമാണ്. യേശു പറഞ്ഞത് എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മൾക്ക് ശാരീരികമായിട്ട് നമുക്ക് അപ്പം ആവശ്യമാകുന്നത് പോലെ നമ്മളുടെ ആത്മാവിനായിട്ട് നമ്മൾക്ക് ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ടാണ് നാം ജീവിക്കുന്നത്. മനസ്സിലാക്കണം, നമ്മളൊരു ആത്മീയ മനുഷ്യനാണ്. എവ്രി വൺ ഓഫ് us is a spirit. നമ്മളൊരു ആത്മാവാണ്. ഈ ആത്മാവ് ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് ആവശ്യമാണ്. Just as without oxygen you will eventually suffocate and die, in the same way without the word of God in your life you will eventually suffocate and die spiritually. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഗ്രാജുവലായിട്ട് നമ്മൾ ശ്വാസം മുട്ടി ആത്മീയമായിട്ട് നമ്മൾ മരിച്ചു പോകും. എന്താണ് ഞാൻ പറയുന്നത്? ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ, ഈ ലോകത്തിൻ്റെ തിന്മകൾ, ഈ ലോകത്തിൻ്റെ പാപങ്ങൾ, ഇതെല്ലാം നമ്മളിലേക്ക് പ്രവേശിക്കും. Without the word of God in your life, the world will enter your life. Hallelujah. മനസ്സിലാകുന്നുണ്ടോ? Do you agree? Without the word of God in your life, the world will enter your life. Hallelujah. With the word of God in your life, the world will be out of your life. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ വചനം ഇല്ലാതെയാകും തോറും കൂടുതൽ കൂടുതൽ ഈ ലോകം നമ്മളിലേക്ക് വരും. വചനം നമ്മൾ കൂടുന്തോറും ഈ ലോകം നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ച് വളർന്നത്. കൊച്ചായിരുന്നു, 5 വയസ്സ് മുതൽ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അന്ന് എൻ്റെ പേരൻസൊക്കെ ദൂരെയായിരുന്നു. അന്നൊക്കെ ലെറ്റേഴ്സ് എഴുതുമായിരുന്നു, കത്തുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന. അവരെ കാണാൻ പറ്റുന്നില്ല, ദൂരെയാണ്, എൻ്റെ അടുത്തല്ല. അപ്പോൾ നമ്മൾ എഴുത്തെഴുതും. ഇവിടെ ആരൊക്കെ എഴുത്തെഴുതിയിട്ടുണ്ട്? പേപ്പറിൽ എഴുത്തെഴുതിയിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എയറോഗ്രാം, ഇൻലൻഡ്, എയർമെയിൽ, അക്കാലം ഓർക്കുന്നുണ്ടോ? ഇന്നെല്ലാം വാട്സാപ്പും ഇതുമൊക്കെയാണ്. ഹായ് ഡാഡ്, ഹായ് മോം, യോ. ആ കാലം അങ്ങനെയല്ലായിരുന്നു. ഇരുന്ന് ലൈനിട്ട് ഓരോ പേപ്പർ കിട്ടുന്നത് സൂക്ഷിച്ച് എഴുതും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, അന്ന് ആ ഒരു എഴുത്ത് കിട്ടുമ്പോഴത്തെ സന്തോഷം, ദൂരെ നിന്ന് അപ്പൻ്റെ അമ്മയുടെ ഒരു എഴുത്ത് കിട്ടുമ്പോൾ അത് വായിക്കുമ്പോൾ അവരടുത്തിരുന്ന് നമ്മളോട് സംസാരിക്കുന്ന പോലെ. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു എഴുത്ത് കിട്ടുമ്പോഴത്തേന് അവർ നമ്മുടെ അടുത്തിരുന്ന് നമ്മളോട് സംസാരിക്കുന്ന പോലെ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കാം, നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരു എഴുത്ത് എഴുതുമായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്ന്. ഒരെഴുത്ത്, അനേക എഴുത്തുകൾ വരും കേട്ടോ. ഒരെഴുത്തിൽ നിന്ന് നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് എഴുതുകയാണ്. അവർ ഹെവൻലി ഫാദർ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. എങ്ങനെയായിരിക്കും? മൈ ഡിയർ ചൈൽഡ്, I know you. I saw you before you were created in your mother's womb. അവിടെ വായിക്കുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിൽ എന്താണ്? My father is talking to me. So he says, my child, my dear child, I know you. I saw you before you were formed in your mother's womb. All the days ordained for you were written in my book. I have loved you with an everlasting love. I will never leave you nor forsake you. I will be with you to the very end. With love, your heavenly Father. Hallelujah. അങ്ങനെ ഒരു എഴുത്ത് കിട്ടിയാൽ what will you feel? ഒരിക്കൽ കൂടി നമുക്കിതൊന്ന് വായിക്കാം. ഈ എഴുത്തൊന്ന് വായിക്കാം. മലയാളത്തിൽ ഞാൻ പറയാണ്. എൻ്റെ പ്രിയ പൈതലേ, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 139 1 വാക്യം. രണ്ടാമതായിട്ട്, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. സങ്കീർത്തനം 139 16 വാക്യം. നിനക്കായിട്ട് നിയമിക്കപ്പെട്ട എല്ലാ നാളുകളും എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 139 16 വാക്യം. ഞാൻ നിന്നെ നിത്യമായ സ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. യെരമ്യാവ് 31 3 വാക്യം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എബ്രായർ 13 5 വാക്യം. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട്.
മത്തായി 28:20 സ്നേഹത്തോടെ നിന്റെ സ്വർഗീയ പിതാവ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതെവിടുന്നാണ്? ഇറ്റ് ഈസ് ഓൾ ഫ്രം ഹിയർ. ദിസ് ഈസ് എ ലവ് ലെറ്റർ ഫ്രം ഗോഡ്. നമ്മൾ ഓരോരുത്തരും ഈ വചനം വായിക്കുമ്പോൾ ദൈവം നമുക്ക് ഏറ്റവും സമീപസ്ഥനാണ്. ദാഹിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ ഇരുന്നിട്ടുള്ളവർക്കറിയാം. ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഒരു കത്തിനായിട്ട് കാത്തിരുന്നിട്ടുള്ളവർക്കറിയാം. ആ ഒരു കത്ത് കിട്ടുമ്പോൾ ഉള്ളിൽ വരുന്ന സന്തോഷം. ഞാൻ ഏകനല്ല, എനിക്ക് ആരെങ്കിലും ഉണ്ട്, ഞാൻ അപ്പ അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. അപ്പം നമ്മൾ എഴുതും, ചിലപ്പം ദൂരെ നിന്ന് വരും, മോനെ ഈ വിഷയം നമ്മൾ അങ്ങോട്ട് എഴുതും, അപ്പ ഈ പ്രശ്നമുണ്ട്, ആ കാര്യമുണ്ട്, ഈ പ്രശ്നമുണ്ട്. അപ്പം തിരിച്ചു വരും, മോൻ ഇങ്ങനെ ചെയ്യണം, നിനക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മൾ എന്തോ ചെയ്യും? അപ്പ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. എന്നിട്ട് നാം പോയി ചെയ്യും, അല്ലേ? See, this is life. Life is not complicated. It is very simple. And this is God's love letter to you. ദൈവം, നമ്മുടെ സ്വർഗീയ പിതാവ്, നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് എഴുതിയ തൻ്റെ സ്നേഹം കൊണ്ട് നമുക്കായിട്ട് എഴുതി തന്നിരിക്കുന്നതാണ് ഈ പുസ്തകം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നാം ഇത് വായിക്കുന്നില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടേ സ്നേഹം? എല്ലാവർക്കും വേണ്ടേ കരുതൽ? ബലം ക്ഷയിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമില്ലേ ആ ഒരു ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ഒരു വാക്ക് കേൾക്കുവാൻ? ഇതാ നിനക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന ദൈവമേ, ഇത് നിനക്കായിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെ കത്താണ്. ദൈവം നമുക്കായിട്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. യെരമ്യാവ് ഇത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. യെരമ്യാവ് 15:16 ജെറമയ 15:16 ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യങ്സ്റ്റേഴ്സ്, ഇഫ് യു നോ ഓൺലി ഇംഗ്ലീഷ്, യു ക്യാൻ ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ വചനത്തെ കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചു. നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിന്, എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ഹല്ലേലൂയ. ഒരു വിശ്വാസിയും ഒരു ദൈവ പൈതലും വചനം ഇല്ലാതെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവവചനം നമുക്കായിട്ട് ദൈവം തന്നിരിക്കുന്നത് എന്തിനാണ്? നാം അത് ഭക്ഷിക്കുവാനായിട്ടാണ്. Man shall not live by bread alone, but by every word that comes from the mouth of God. Just as you eat bread, അതുപോലെ ദൈവവചനത്തെ ഭക്ഷിക്കേണ്ടതാണ്. അങ്ങനെയാകുമ്പോൾ അത് നിനക്ക് സന്തോഷവും നിൻ്റെ ഹൃദയത്തിന് ആനന്ദവുമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ നോക്കുമ്പോൾ നമ്മൾ 3 ആൾക്കാരെ കാണുന്നുണ്ട്. ഒന്ന്, പരീശന്മാർ എല്ലാവർക്കും അവർക്ക് ന്യായപ്രമാണം എല്ലാം അറിയാമായിരുന്നു. ഇന്ന് നമ്മൾ പലരും അതുപോലെയാണ്, പരീശന്മാരെ പോലെയാണ്. നമുക്കെല്ലാവർക്കും വചനം അറിയാം, എവിടെയോ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. വചനം പറയുന്നു ഇവിടെ എന്താണ് യേശു പരീശന്മാരോട് പറഞ്ഞത്? ജോൺ ചാപ്റ്റർ 5:39-40. യോഹന്നാൻ 5:33-40 യേശു പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇന്ന് പലരും വചനങ്ങളൊക്കെ പറയും, ഒത്തിരി പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വചനം വായിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് അത് നിങ്ങളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഇല്ല എങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. വചനം നമ്മൾ വായിക്കുമ്പോൾ അത് യഥാർത്ഥമായിട്ട് നമ്മളെ യേശുവിലേക്ക് അടുപ്പിക്കണം. യേശുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളിൽ വെളിപ്പെടണം. യേശുവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മളുടെ ജീവിതം മാറണം. അല്ലെങ്കിൽ ഈ പരീശന്മാരെ പോലെ യേശു പറയുവാണ്, നിങ്ങൾക്ക് വചനമെല്ലാം അറിയാം, പക്ഷേ ആ വചനത്തിൽ എന്നെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ കൂടി എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നില്ല. ഈ വചനം നമ്മൾക്കായിട്ട് തന്നിരിക്കുന്നത് എന്തിനാണ്? ഇത് വായിക്കുമ്പോൾ ഇതിനെ നമ്മളെ യേശുവിലേക്ക് കൊണ്ടുവരണം, കൂടുതൽ അടുപ്പിക്കണം. സോ ആദ്യമായിട്ട് പരീശന്മാർ ഉണ്ടായിരുന്നു. അവർ വചനമൊക്കെ അറിയാമായിരുന്നു, പക്ഷെ അവർ യേശുവിലേക്ക് അടുത്തേക്ക് വന്നില്ല. രണ്ടാമതായിട്ടൊരു വ്യക്തി, യൂദാസ് ഇസ്കാരിയോത്ത്. വചനത്തിൽ നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ
അവൻ യേശുവിനോട് കൂടെ നടന്നവനാ. അവൻ യേശുവിൻ്റെ വാക്കെല്ലാം കേട്ടു. അവൻ യേശുവിനോട് കൂടെ അടുത്തുമായിരുന്നു. മനസ്സിലാക്കുക, യൂദാസ് ഇസ്കാരിയോത്ത് യേശുവിൻ്റെ വാക്കുകളെല്ലാം കേട്ടു, യേശുവിനോട് കൂടെ അടുത്തുമായിരുന്നു. പക്ഷേ അവനിൽ യഥാർത്ഥമായിട്ട് ഒരു രൂപാന്തരം വന്നേയില്ല. There was no transformation in his life. അതാണ് യൂദാസ് ഇസ്കാരിയോത്തിന് പറ്റിയത്. അവന് യേശുവിൽ നിന്ന് ദൂരെ അല്ലായിരുന്നു പരീശന്മാരെ പോലെ. അവൻ യേശുവിനോട് കൂടെ തന്നെയായിരുന്നു. അവൻ യേശു പറഞ്ഞ എല്ലാ വാക്കുകളും കേട്ടു. അവൻ യേശുവിനോട് കൂടെ സഞ്ചരിച്ചവനാണ്. പക്ഷേ ഈ വചനം അവനിൽ ഒരു രൂപാന്തരം വരുത്തിയേയില്ല. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പത്രോസിനെ പറ്റിയാണ്. ശീമോൻ പത്രോസ്. യോഹന്നാൻ 6:66 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ശീമോൻ പത്രോസ് ഇങ്ങനെ പറയുന്നു. യേശു സംസാരിച്ചപ്പോൾ പലരും ഈ യേശുവിൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ കഴിയാതെ ദൂരെ പോയി. അവർ യേശുവിനെ പിൻവാങ്ങിപ്പോയി യേശുവിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. യോഹന്നാൻ 6:66 മുതൽ 69 വരെ. ആകയാൽ യേശു 12 നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ശീമോൻ പത്രോസിനെ പോലെ ആകണം. നമ്മൾ യേശുവിൽ വി ഷുഡ് ബ്രിങ് അസ് ടു എ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ഓൺ ജീസസ്. യേശുവിൽ ആ ഒരു ആശ്രയം, യേശുവിൽ മാത്രം ഒരു ആശ്രയം. എങ്ങനെ നമ്മൾ പറയണം, കർത്താവേ, ഞങ്ങൾ എവിടെ പോകും? നിൻ്റെ അടുത്തേക്കല്ലാതെ. നിൻ്റെ അടുക്കൽ നിത്യജീവൻ്റെ വചനങ്ങളുണ്ട്. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മൾ ഓരോരുത്തരും ശീമോൻ പത്രോസിനെ പോലെ ആയിരിക്കണം. യേശു ചോദിക്കുമ്പോൾ അവൻ പറയുവാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നിൻ്റെ പക്കലാണ് കർത്താവേ എനിക്ക് നിത്യജീവൻ. നിൻ്റെ വചനത്തിലാണ് കർത്താവേ എൻ്റെ നിത്യജീവൻ. അങ്ങനെ ആയിരിക്കണം നമ്മൾ. പരീശന്മാരെ പോലെ ആകരുത്. യൂദാസ് ഇസ്കാരിയോത്തിനെ പോലെ ആകരുത്. സഭയിലൊക്കെ വരുന്നുവെങ്കിലും ഈ വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുന്നുവെങ്കിലും ജീവിതത്തിൽ ഒരു രൂപാന്തരവുമില്ല. യൂദാസിനെ പോലെ ആകരുത്. പത്രോസിനെ പോലെ, ശീമോൻ പത്രോസിനെ പോലെ ഓരോ നിമിഷവും കർത്താവേ, ഞാൻ എവിടെ പോകും? നിൻ്റെ അടുക്കൽ ജീവൻ്റെ വാക്കുകളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാവേണം നമ്മൾ ഓരോരുത്തരും. സ്നേഹം അത് പ്രകടമാക്കുവാനുള്ളതാണ്. എല്ലാവരും ഒന്ന് കേട്ടെ, ഉണന്നേ. എല്ലാവരും ഉറങ്ങുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ, എന്നാലും ഞാൻ പറയട്ടെ. സ്നേഹം അത് പ്രകടമാക്കുവാനുള്ളതാണ്. ലവ് ഈസ് ടു ബി ഡെമോൺസ്ട്രേറ്റഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, സ്നേഹം പ്രകടമാക്കുവാനുള്ളതാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ സ്നേഹം പ്രകടമാക്കുന്നുണ്ടോ? ചില ഭർത്താക്കന്മാരൊക്കെ, ഞാനങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല, ഞാനങ്ങനെ ചെയ്താൽ എൻ്റെ എന്തോ പോകും, അവളങ്ങ് മനസ്സിലാക്കിയാൽ മതി എന്നെ. അങ്ങനല്ല. സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. ഞാൻ പറയുന്നതല്ല, ഇത് വേദപുസ്തകത്തിൽ പറയുന്നതാണ്. ഒന്നുകൂടെ പറയുമോ എൻ്റെ കൂടെ? സ്നേഹം പ്രദർശിപ്പിക്കുവാനുള്ളതാണ്, പ്രകടമാക്കുവാനുള്ളതാണ്. ഇവിടെ ആര് പറഞ്ഞു പാസ്റ്ററെ? വചനം പറയുന്നു. ആദ്യമേ ദൈവം തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഗോഡ് ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് ലവ്. If so, I should also demonstrate my love. അല്ലേ? റോമർ 5:8 ഇതെല്ലാവരും മനസ്സിലാക്കിക്കോണം. ഇത് ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ. എന്താണ് ഇവിടെ പറയുന്നത്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. So God demonstrated his love. ദൈവം തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്നേഹം പ്രദർശിപ്പിക്കാനുള്ളതാണ്, പ്രകടമാക്കുവാനുള്ളതാണ്. ദൈവം തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മൾക്ക് വേണ്ടി മരിക്കുവാൻ അയച്ചു. അതിൽ കൂടിയാണ് ദൈവം തൻ്റെ സ്നേഹം പ്രകടമാക്കിയത്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളുടെ സ്നേഹം എങ്ങനെ പ്രകടമാക്കാം? യേശുവിനോട്. യോഹന്നാൻ 14:15 യേശു എന്താണ് പറയുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. John 14:15 If you love me, keep my commandments.
അപ്പോൾ യേശുവിനോടുള്ള സ്നേഹം നമ്മൾ എങ്ങനെയാണ് പ്രകടമാക്കുന്നത്? തൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. ഞാൻ ആദ്യമേ പറഞ്ഞു, സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ളതാണ്. ദൈവം തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു നമ്മളോട്. നാം ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? തൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. അതിൻ്റെ അർത്ഥം എന്തുവാണ്? യേശു പറഞ്ഞത്, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ കാത്തുകൊള്ളണം. എങ്ങനെയാണ്? യേശുവിൻ്റെ വാക്ക്, വചനങ്ങൾ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആ വചനത്തിനനുസരിച്ച് ജീവിച്ച് ആ വചനത്തെ കാക്കണമെന്നാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ഈ വചനത്തിൽ നിന്ന് ദൂരെ ആയിരിക്കുവാൻ കഴിയും? ഓരോ ദിവസവും യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശു പറഞ്ഞത് എന്താണ്? അതിൻ്റെ അർത്ഥം, എൻ്റെ വചനം നീ വായിക്കണം, അത് നിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം, അതിനനുസരിച്ച് നീ ജീവിക്കണം. 3 കാര്യങ്ങൾ നാം കാണുന്നുണ്ട് വചനം നോക്കുമ്പോൾ. സദൃശവാക്യങ്ങൾ 2:1 മുതൽ 6 വരെ നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അത് 3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് നാം ഓരോ ദിവസവും നമ്മളുടെ സ്നേഹം പ്രകടമാക്കുന്നതെന്ന്. ഇവിടെ പറയുന്നത് Proverbs 2:1-6, മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിൻ്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. ഇംഗ്ലീഷിൽ പറയുന്ന, മൈ സൺ, ഇഫ് യു അക്സെപ്റ്റ് മൈ വേർഡ്സ് ആൻഡ് സ്റ്റോർ അപ്പ് മൈ കമാൻഡ്സ് വിതിൻ യു, ഗിവിങ് യുവർ ഇയർ ടു വിസ്ഡം ആൻഡ് അപ്ലൈയിങ് യുവർ ഹാർട്ട് ടു അണ്ടർസ്റ്റാൻഡിങ്. അവിടെ എന്താണ് പറയുന്നത്? 3 കാര്യങ്ങൾ: അക്സെപ്റ്റ്, സ്റ്റോർ ആൻഡ് അപ്ലൈ. പറഞ്ഞാട്ടെ, അക്സെപ്റ്റ്, സ്റ്റോർ ആൻഡ് അപ്ലൈ. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവവചനങ്ങളെ കൈക്കൊള്ളണം. Proverbs 2:1, 2-ാം വാക്യം, എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളണം ആദ്യമേ. രണ്ടാമത്, സോ ദാറ്റ് ഈസ് അക്സെപ്റ്റ്, ദൈവവചനങ്ങളെ കൈക്കൊള്ളുക. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നു, എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുക. കൈക്കൊള്ളുക, രണ്ടാമത് സംഗ്രഹിക്കുക, മൂന്നാമതായിട്ട് നിൻ്റെ ഹൃദയം അതിലേക്ക് ചായ്ക്കുക. സോ അക്സെപ്റ്റ്, സ്റ്റോർ ആൻഡ് അപ്ലൈ. ആദ്യമേ വചനങ്ങളെ കൈക്കൊള്ളുക, അക്സെപ്റ്റ്. രണ്ടാമത് സ്റ്റോർ, അതിൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുക. മൂന്നാമത് അപ്ലൈ, അതായത് നിൻ്റെ ഹൃദയം അതിലേക്ക് ചായ്ക്കുക. ഇവിടെ പറയുന്നത് എന്താണ്? മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിൻ്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. ഞാനൊരു യങ് ബിലീവർ ആയിരുന്നപ്പോൾ ഞാൻ വചനം വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ വിവേകവും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. ദിസ് ഈസ് ഹൗ യു റിസീവ് ഗോഡ്സ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എങ്ങനെയാണ്? യു ഹാവ് ടു അക്സെപ്റ്റ് ഹിസ് വേർഡ്സ്, യു ഹാവ് ടു സ്റ്റോർ ഹിസ് വേർഡ്സ് ഇൻ യുവർ ലൈഫ് ആൻഡ് യു ഹാവ് ടു അപ്ലൈ ഹിസ് വേർഡ്സ് ഇൻ യുവർ ലൈഫ്. ദൈവവചനത്തെ കൈക്കൊള്ളുക, അവൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുക, നിൻ്റെ ഹൃദയം അതിനായിട്ട് ചായച്ചു കൊടുക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ദൈവം കാണിച്ചു തരും എവിടെയൊക്കെ നീ മാറേണ്ടതുണ്ട്, അതിലേക്ക് നിൻ്റെ ഹൃദയത്തെ തിരിക്കുക, ചായച്ചു കൊടുക്കുക. ദൈവമേ, അങ്ങ് കാണിച്ചു തരുന്നതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റാം. അങ്ങനെ ചെയ്യുമ്പോൾ ഗോഡ്സ് വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എന്നിട്ട് അതിൽ കൂടി നമുക്ക് എല്ലായിടത്തും ഉയരുവാൻ കഴിയും. നിൻ്റെ വിവാഹത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വരും, നിൻ്റെ ദൈവത്തിൻ്റെ അറിവ് വരും, ദൈവത്തിൻ്റെ വിവേകം വരും, നിൻ്റെ ജോലിയിൽ, നിൻ്റെ പഠിത്തത്തിൽ എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മളുടെ സ്നേഹം യേശുവിനെ പ്രകടമാക്കുന്നത്? യേശുവിൻ്റെ കൽപ്പനകളെ നാം കാത്തുകൊള്ളണം. യേശു പറഞ്ഞു, John 14:15. എന്നിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത്? അക്സെപ്റ്റ്, സ്റ്റോർ ആൻഡ് അപ്ലൈ. ഹല്ലേലൂയ. കൈക്കൊള്ളുക, ദൈവത്തിൻ്റെ വചനത്തെ കൈക്കൊള്ളുക, എന്നിട്ട് ഉള്ളിൽ സംഗ്രഹിക്കുക, മൂന്നാമത് അതിനായിട്ട് നമ്മുടെ ഹൃദയത്തെ ചായച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാം തുടങ്ങുന്നത് വചനത്തിൽ കൂടി ആയിരിക്കണം.
നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം എന്താണ് പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതുപോലെ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിലും. ആദിയിൽ വചനമുണ്ടായിരുന്നു. ദൈവ പൈതലെ, ഒരു വിശ്വാസിയായി കഴിയുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്തായിരിക്കണം? ഫസ്റ്റ് തിങ് ഇൻ മൈ ലൈഫ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. അവിടെ നിന്നാണ് തുടക്കം. ദൈവവചനം എന്തു പറയുന്നോ അതിനനുസരിച്ചായിരിക്കണം നിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും നീ കെട്ടിപ്പടുക്കുന്നത്. ഇവിടെ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാണ്? എല്ലാം തുടങ്ങിയത് വചനത്തിൽ നിന്നാണ്. വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമെന്ന് പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ വചനമെന്ന് പറയുന്നത് എന്താണ്? ഞാൻ എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്ന വചനം അല്ലേ? അതുപോലെ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ദൈവം സംസാരിക്കുന്ന വചനം. എൻ്റെ വചനത്തിൻ്റെ പുറകിൽ ആരാണുള്ളത്? ഞാനാണുള്ളത്. അതുപോലെ ദൈവവചനത്തിൻ്റെ പുറകിൽ ആരാണുള്ളത്? ദൈവമാണുള്ളത് അല്ലേ? അപ്പോൾ ദൈവവചനത്തിൻ്റെ പുറകിൽ ദൈവമാണുള്ളതെങ്കിൽ ആ വചനത്തെ അയക്കുന്നവൻ അതിനെന്തുദ്ദേശിക്കുന്നുവോ അത് നിറവേറ്റുവാനും കഴിവുള്ളവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുദ്ദേശത്തിനായിട്ട് ദൈവം ആ വചനത്തെ അയച്ചുവോ അത് നിറവേറ്റുവാനും കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ വചനം, മൈ വേർഡ്, ഐ സ്റ്റാൻഡ് ബൈ ഇറ്റ് അല്ലേ? ഇവിടെ ചിലരൊക്കെ വെറുതെ ഓരോ വാക്കുകൾ പറയും. ചിലർ പറയും ഞാൻ അവിടെ വരും, ഈ സമയത്ത് ഒരിക്കലും വരത്തില്ല. ഒരു 2-3 പ്രാവശ്യം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവൻ ചുമ്മാ ഫ്രോഡാ. പക്ഷേ ദൈവവചനം അങ്ങനെയല്ല. ദൈവം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് പ്രവർത്തിച്ചിരിക്കും. ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവവചനമെന്ന് പറയുന്നത് അത് ദൈവം തന്നെയാണ്. അതാണ് പറയുന്നത് വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വചനം ദൈവത്തിൻ്റെ വചനമാണ്, വചനം ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം. എൻ്റെ വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അവിടെ ആയിരിക്കണം നിൻ്റെ തുടക്കം. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു. ദൈവ പൈതലേ, നിൻ്റെ വിവാഹ ജീവിതത്തിൽ നീ തുടങ്ങിയിരിക്കുന്നത് വചനത്തിൽ കൂടിയാണോ? നിൻ്റെ വിവാഹ ജീവിതത്തിൽ വചനമുണ്ടോ? വചനത്തിനനുസരിച്ചാണോ നീ എല്ലാം ചെയ്യുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും അതുപോലെയാണ്. വചനത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. 1 പത്രോസ് 1:23 വാക്യം പറയുന്നു, കെടുത്ത ബീജത്താലല്ല, 1 Peter 1:23, കെടുത്ത ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് വീണ്ടും ജനിച്ചത്? ദൈവവചനത്തിൽ കൂടിയാണ്. ഹല്ലേലൂയ. നാം ദൈവവചനം കേട്ടു, അതിൽ വിശ്വസിച്ചു, നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചു. അങ്ങനെയാണ് നാം പുതിയ സൃഷ്ടികളായിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ജനിച്ചത് ദൈവവചനത്തിൽ കൂടിയാണെങ്കിൽ ആ വചനത്തിൽ കൂടിയാണ് ഞാൻ ജീവിക്കുവാനും പോകുന്നത് അല്ലേ? ഇഫ് യു ഹാവ് ബീൻ ബോൺ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, യു വിൽ ഹാവ് ടു ലീവ് ഓൾസോ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ഉദാഹരണത്തിന്, ഒരു മീൻ വെള്ളത്തിലാണ് ജനിക്കുന്നത്. ആ വെള്ളത്തിൽ നിന്ന് ആ മീനെ പുറത്തെടുത്താൽ മീന് ജീവിക്കുവാൻ കഴിയുമോ? സെയിം വേ, ഇഫ് യു ആർ ബോൺ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, യു ക്യാൻ ലീവ് ഓൺലി ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ കൂടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ടേക്ക് എ ബിലീവർ ഔട്ട് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഹി ഈസ് ഡെഡ്. ബിക്കോസ് ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ് ദാറ്റ് യു ആർ ബോൺ അഗെയിൻ. വചനത്തിൽ കൂടെയാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജീവിക്കുവാനും നമുക്ക് വചനം ആവശ്യമാണ്. ദർ ഇസ് നോ അതർ വേ. വചനത്തിൽ കൂടി മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ മനസ്സിലാക്കുക, ഓരോ ദിവസവും നീ നിൻ്റെ ജീവിതത്തിൽ ദൈവവചനം വായിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ ഒത്തിരി നാൾ പോകുവാൻ കഴിയത്തില്ല. എവ്രി ഡേ യു നീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്. ഇവിടെ പറയുന്നത്, ആദ്യമേ പറയുന്നത് വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ എല്ലാം തുടങ്ങേണ്ടത് വചനത്തിൽ കൂടിയാണ്. അടുത്തതായിട്ട് നാം ജീവിച്ച് മുമ്പോട്ട് പോകുന്നതും നാം ആത്മീയമായിട്ട് വളരുന്നതും വചനത്തിൽ കൂടിയായിരിക്കണം. സോ വി സ്റ്റാർട്ട് വിത്ത് ദ വേർഡ്, വി കണ്ടിന്യൂ വിത്ത് ദ വേർഡ് ആൻഡ് വി വിൽ ഫിനിഷ് വിത്ത് ദ വേർഡ്. അങ്ങനെ ആയിരിക്കണം. തുടക്കം വചനത്തിൽ കൂടി ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഗതിയും വളർച്ചയും എല്ലാം വചനത്തിൽ കൂടി ആയിരിക്കണം.
ജീവിതം അവസാനിക്കുന്നതും വചനത്തിലായിരിക്കണം. രണ്ടാമതായിട്ട് നോക്കുന്നത് എന്താണ്? നമ്മൾ വചനത്തിൽ കൂടി ആയിരിക്കണം നാം മുമ്പോട്ട് വളരുന്നത്. യോഹന്നാൻ 1:3 പറയുന്നു, John 1:3, through him all things were made. Through who? Through the word. Through him all things were made. Without him nothing was made that has been made. അപ്പം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയേ. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും കൂടാതെ അവനെ കൂടാതെ ഉളവായതല്ല. അതിൻ്റെ അർത്ഥം എന്തുവാണ്? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉളവാകുന്നതെല്ലാം വചനത്തിൽ കൂടി ഉളവാകണം. വചനത്തിൽ കൂടി അല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. As simple as that. All things were made through him, that is the word. Without him nothing was made that has been made. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ അത് വചനത്തിൽ കൂടി മാത്രം ഉളവായതായിരിക്കണം. That is how you build a true Christian life. You are born through the word. Now you are building everything through the word. നമ്മുടെ പഠിച്ച് വളർന്നു വരുമ്പോൾ പഠിക്കുന്നത് ദൈവവചനത്തിനനുസരിച്ച് പഠിക്കണം. കോപ്പി ചെയ്തൊന്നും പാസ് ചെയ്തിട്ട് കാര്യമില്ല. ദൈവവചനം പറയുന്നു കോപ്പിങ് ഈസ് റോങ് അല്ലേ? അപ്പം പിന്നെ അങ്ങനെ കള്ളത്തരത്തിൽ കൂടെ പാസ്സായിട്ട് കാര്യമില്ല. കഷ്ടപ്പാടുണ്ടെങ്കിലും നേരായ രീതിയിൽ ഡിഗ്രി പാസ്സാകുക. അപ്പം ദൈവവചനത്തിനനുസരിച്ചാണ് നീ പണിതത്. നിനക്ക് ദൈവം നല്ലൊരു ജോലി തരും തക്ക സമയത്ത്. കാരണം നീ വെറുതെ പാസ്സായവനല്ല, ദൈവ വഴിയിൽ കൂടി നീ നിൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇവിടെ പറയുന്നത്? സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവൻ കൂടാതെ ഉളവായതല്ല. അതുപോലെ നിൻ്റെ വിവാഹ ജീവിതവും ഓരോ കാര്യം ചെയ്യുമ്പോഴും നിന്നിലുള്ള ചില ദുസ്വഭാവങ്ങൾ മാറേണ്ടതുണ്ട്. അത് ദൈവവചനത്തിന് സമർപ്പിക്കുക, മാറ്റുക. എന്നിട്ട് നിൻ്റെ വിവാഹ ജീവിതത്തെ കെട്ടിപ്പടുക്കുക. നിൻ്റെ സംസാരങ്ങളിൽ, നിൻ്റെ ചിന്തകളിൽ, നിൻ്റെ പ്രവർത്തികളിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അല്ല, നിനക്ക് മാറുവാൻ കഴിയും നീ വചനത്തിന് സമർപ്പിച്ച് കൊടുക്കുന്നുവെങ്കിൽ. ഇന്ന് നീ സംസാരിക്കുന്ന ചില വാക്കുകൾ നിൻ്റെ വിവാഹ ജീവിതത്തെ അത് അഫക്റ്റ് ചെയ്യുന്നത് നിനക്ക് ഇന്ന് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. മുൻപോട്ട് പോകുമ്പോൾ നിനക്ക് മനസ്സിലാകും, ഞാൻ അന്ന് പറഞ്ഞ വാക്ക് മുതൽ തുടങ്ങിയതായി പ്രശ്നം. അതുകൊണ്ട് ദൈവമക്കളെ, എത്രയും വേഗം തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ കർത്താവിന് സമർപ്പിക്കുക, വചനത്തിന് സമർപ്പിച്ചു കൊടുക്കുക. ദൈവമേ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ രീതിയിൽ, എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും അങ്ങയുടെ വചനത്തിനനുസരിച്ച് അല്ലാത്തതുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ കൂടി കൃപ നൽകണമേ മാറുവാനായിട്ട്. ഞാൻ പറയട്ടെ, ചില പിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് അവർ നോക്കിയിരിക്കുകയാണ്. എന്തിനാണ്? നിങ്ങൾ അവരോടുകൂടെ സമയം ചെലവഴിച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട്. Today if you don't have time for them, tomorrow they will not have time for you. മനസ്സിലാക്കുക, ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു കാലം വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് സമയം കാണത്തില്ല. അതുകൊണ്ട് ഇന്ന് അവരെ ദൈവവചനത്തിൽ നിങ്ങൾ വചനത്തിലേക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുവരിക. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം വചനത്തിൽ കൂടി അവർ പണിയട്ടെ, വചനത്തിൽ കൂടി ഉളവാകട്ടെ. ഇവിടെ പറയുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി, വചനത്തിൽ കൂടി ഉളവായതൊന്നും അവൻ കൂടാതെ ഉളവായതല്ല. ഹല്ലേലൂയ. 1 പത്രോസ് 2:2-3 വാക്യങ്ങൾ പറയുന്നു. 1 Peter 2:2-3. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. എന്താണ് പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ വളരുന്നത് നമ്മളുടെ രക്ഷയുടെ അനുഭവത്തിൽ? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അതിൻ്റെ അർത്ഥം ആത്മീയമായിട്ട് വളരുവാൻ മായമില്ലാത്ത വചനം നമുക്ക് ആവശ്യമാണ്. മായമില്ലാത്ത പാൽ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്നാണ് പറയുന്നത്. ഹൗ ഡു വി ഗ്രോ ഇൻ അവർ സാൽവേഷൻ? ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. Hallelujah. Everything starts with the word of God. Everything in our life grows with the word of God. And we finish our life with the word of God. അവസാന നാൾ വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതം വചനത്തിനനുസരിച്ച് ജീവിച്ചൊരു ജീവിതമായിരിക്കണം. അല്ലെങ്കിൽ സങ്കടങ്ങളും റിഗ്രറ്റ്സും ഇത് മാത്രമേ കാണത്തുള്ളൂ. വചനം പറയുന്നത് എന്താണ്? വേദപുസ്തകം പറയുന്നു, 1 പത്രോസ് 1:24-25 വാക്യങ്ങൾ പറയുന്നു, സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗി എല്ലാ പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂവ് തീർന്നുപോയി,
കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. നമ്മുടെ ജീവിതത്തിലും വചനത്തിൽ കൂടി അല്ലാത്തതെല്ലാം വാടിപ്പോകും. നിലനിൽക്കുന്നത് വചനത്തിൽ കൂടി ഉള്ളത് മാത്രമായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എല്ലാം വചനത്തിൽ കൂടി തുടങ്ങുവാൻ, വചനത്തിൽ കൂടി പണിയുവാൻ, വചനത്തിൽ കൂടി അവസാനിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യഥാർത്ഥമായിട്ടൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഒരു താഴ്മ നമുക്ക് ആവശ്യമാണ്. താഴ്മയോടെ പലപ്പോഴും ദൈവവചനം പലരും വായിക്കാറുണ്ടല്ലേ. നമ്മൾ ചിലപ്പോഴൊക്കെ ദൈവവചനം വായിക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല. എന്താണെന്നറിയാമോ? ഹൃദയം കഠിനമാണ്. കഠിന ഹൃദയത്തോടെ വചനം വായിച്ചാൽ ഒരു മാറ്റവും വരത്തില്ല. ഒരു ദൈവ സാന്നിധ്യവും നമ്മൾ അനുഭവിക്കത്തില്ല. ഒരു ദൈവ സാമീപ്യവും തോന്നത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു അപ്പൻ്റെയോ അമ്മയുടെ എഴുത്ത് വരുമ്പോൾ അത് യഥാർത്ഥമായിട്ട് ഉള്ളൊരു ഹൃദയത്തോടെ, വാഞ്ചിക്കുന്ന ഒരു ഹൃദയത്തോടെ അത് വായിച്ചാൽ ആ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. പക്ഷേ കഠിന ഹൃദയമെങ്കിലോ ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ താഴ്മ ആവശ്യമാണ്. ഹ്യൂമിലിറ്റി ഈസ് റിക്വയർഡ് in our hearts to truly experience the power of the word of God. വചനം എന്താണ് പറയുന്നത്? ഇങ്ങനെ യാക്കോബ് 1:21 ജെയിംസ് 1:21 വേദോസ്തം പറയുന്നു, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ഹംബ്ലി അക്സെപ്റ്റ് ദ വേർഡ് പ്ലാന്റഡ് ഇൻ യു വിച്ച് ക്യാൻ സേവ് യു. എങ്ങനെയാണ് വചനത്തെ സ്വീകരിക്കുവാൻ പറയുന്നത്? സൗമ്യതയോടെ, താഴ്മയോടെ. വചനം വരുമ്പോൾ ദൈവമേ ആ വ്യക്തി ഞാനാണ്, അല്ല ദൈവമേ ഞാനല്ല, ഇവനാ. നോ, ഒരു മാറ്റം വരത്തില്ല. നിങ്ങൾ ഓരോ വചനം കേൾക്കുമ്പോൾ ദൈവമേ ആ വ്യക്തി ഞാനാണെന്ന് പറയണം. യെശയ്യാവിനെ പോലെ യഥാർത്ഥമായിട്ട് ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അനുഭവിച്ചപ്പോൾ യെശയ്യാവ് 6 എന്താണ് പറഞ്ഞത്? അയ്യോ, വോ അൺടു മീ, ഐ എം എ മാൻ ഓഫ് അൺക്ലീൻ ലിപ്സ്. യെശയ്യാ പ്രവാചകൻ പറയുന്നത് അതുപോലെ ഒരു അനുഭവം നമുക്കും ഉണ്ടാകണം. വചനം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയണം, കർത്താവേ ഞാനാണ് ആ വ്യക്തി. ഇവിടെ പറയുന്നത് എന്താണ്? സൗമ്യതയോടെ നമ്മളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിനെന്നാണ് പറയുന്നത്. നമ്മളുടെ ഹൃദയം ആ നല്ല നിലമായിരിക്കണം. മത്തായി 13:8 വായിക്കുമ്പോൾ ആ ഹൃദയം നല്ല നിലമായിരുന്ന ഹൃദയത്തിലേക്ക് വചനത്തെ സ്വീകരിച്ച് 100 മേനി വിളവ് കൊയ്യുവാൻ ഇടയാകണം. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാകണം. ഇവിടെ പറയുന്നത് ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം എന്ന് പറയുന്നു. ഉൾനട്ടതായ വചനം, അതായത് നമ്മളുടെ ഹൃദയത്തിലേക്ക്, സൗമ്യതയുള്ള ഹൃദയത്തിലേക്ക് നടുന്ന വചനം, ഉൾനട്ടതായ വചനം. The word planted in you. യാക്കോബ് 1:21 planting is a painful process. ഒന്ന് ഓർത്തുക, നാം നേരത്തെ പറഞ്ഞു ആ നല്ല നിലം നമ്മുടെ ഹൃദയമാണ്. അതിലേക്ക് ഒരു പ്ലാന്റിങ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദാറ്റ് സീഡ് ഇറ്റ് റൂട്ട്സ് ഗോ ഡീപ്പ് അല്ലേ? താഴോട്ട് ആ വേര് പോകും തോറും യഥാർത്ഥമായിട്ട് ആ നിലത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വചനത്തിൻ്റെ വേരുകൾ ഇറങ്ങുമ്പോൾ ഇറ്റ് വിൽ ബിഗിൻ ടു പെയിൻ ഹിയർ ആൻഡ് ദെയർ. കാരണം ദ വേർഡ് വിൽ എക്സ്പോസ് യു. ദ വേർഡ് വിൽ ബ്രിങ് ടു ലൈറ്റ് വാട്ട് ഈസ് റോങ് ഇൻ യുവർ ലൈഫ്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് എ പെയിൻഫുൾ പ്രോസസ്, ബട്ട് ഇറ്റ് ഈസ് എ റിക്വയർഡ് പ്രോസസ്. കാരണം എന്താണ്? ആ ഫലം കായ്ക്കുവാനായിട്ട് ദ പ്ലാന്റിങ് ഈസ് റിക്വയർഡ്. സോ വെൻ ദ വേർഡ് ഗോസ് ഡീപ്പ് ഇൻ ടു യുവർ ലൈഫ്, ആ വേരുകൾ അങ്ങോട്ട് പോകുമ്പോൾ, അതായത് പറയുന്നത് ഉൾനട്ടതുമായ വചനം, ഉൾനട്ടേ പറ്റത്തുള്ളൂ വചനം ഫലമുണ്ടാക്കണമെങ്കിൽ. കഠിന ഹൃദയത്തിൽ അത് സംഭവിക്കത്തില്ല. പക്ഷേ യഥാർത്ഥമായിട്ട് താഴ്മയായിട്ടുള്ള ഹൃദയം, നല്ല നിലത്തിലേക്ക് എന്തു പറ്റും? ആ വേരുകൾ അങ്ങോട്ട് ഇറങ്ങിത്തുടങ്ങും തോറും നമ്മളെ ചില വേദനകളൊക്കെ വരും. കാരണം എന്താണ്? ദൈവം വെളിപ്പെടുത്തി തരികയാണ്, ഈ പാപം നിന്നിലുണ്ട്, ഇത് മാറണം. ഈ കാര്യം നിന്നിലുണ്ട്, നല്ലതല്ല, അത് മാറണം. അതാണ് വചനം പറയുന്നത്. എബ്രായർ 4:12 The word of God is a two-edged sword. എന്താണ് പറയുന്നത്? എബ്രായർ 4:12 Hebrews 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും
പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവവചനം അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ചെന്ന് ജഡികമായിട്ടുള്ളതിനെയെല്ലാം ഒരു വശത്ത്, ആത്മീയമായിട്ടുള്ളതിനെ ഒരു വശത്ത് നിർത്തും. എന്നിട്ട് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. അങ്ങനെയാണ് ദൈവവചനം. അതാണ് യഥാർത്ഥമായിട്ട് ദൈവവചനം നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. നാം ഓരോരുത്തരും താഴ്മയോടെ ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നല്ലാത്തതെല്ലാം നമ്മളിൽ നിന്ന് മാറ്റും. എന്ത് സംഭവിക്കും? ആത്മീയമായിട്ടുള്ളത് മാത്രം നിലനിൽക്കും. അതാണ് യേശു പറഞ്ഞത്. വചനമാകുന്ന യേശു എന്താണ് പറഞ്ഞത്? യോഹന്നാൻ 6:63 ജീസസ് സെഡ്, "The words that I speak, they are spirit and they are life." അങ്ങനെയാകുമ്പോൾ യഥാർത്ഥമായിട്ട് വചനം ആത്മാവെന്താണ്? വചനം ആത്മാവെന്ന് പറയുന്നതും വചനം ജീവനെന്ന് പറയുന്നതും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. യേശു പറഞ്ഞത് എന്താണ്? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് യഥാർത്ഥമായിട്ട് യേശുവിൻ്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ, യേശുവിൻ്റെ ജീവനെ പ്രാപിക്കുവാൻ കഴിയും. യേശു പറഞ്ഞത്, എൻ്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. എന്ത് സംഭവിക്കും? ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ യഥാർത്ഥമായിട്ട് യേശുവിൻ്റെ ആത്മാവിനെ നാം പ്രാപിക്കും, യേശുവിൻ്റെ ജീവനെ നാം പ്രാപിക്കും. കൂടുതൽ കൂടുതൽ നമ്മൾ അങ്ങനെ ആയിത്തീരും. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ നമ്മൾ പലരും അത് കേട്ടങ്ങ് പോവുകയാണ്. ഇന്ന് വിശ്വാസികൾക്ക് വചനം കേൾക്കുന്നതിന് ഒരു കുറവുമില്ല, അല്ലേ? ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത യൂട്യൂബ് മെസ്സേജ്, പിന്നെ ഇൻസ്റ്റാഗ്രാം മെസ്സേജസിന് ഇന്ന് ഒരു കുറവുമില്ല. എല്ലാവർക്കും ആവശ്യത്തിനുണ്ടെന്ന് മെസ്സേജസ് കേൾക്കാൻ, അല്ലേ? എല്ലാവരും ആവശ്യത്തിന് കേൾക്കുന്നുമുണ്ട്, പിന്നെ ഫോർവേഡും ചെയ്തു വരുന്നുണ്ട് കുറേ മെസ്സേജസ്. ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ വചനം, വേദപുസ്തകം എന്താണെന്ന് പറയുന്നതെന്നറിയാമോ? ഇത് കേട്ടാൽ മാത്രം പോരാ, യു ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്, അല്ലേ? ഡോണ്ട് ബി സോ ഇന്ന് ഇത്രയെണ്ണം ഞാൻ കേട്ടു, സമാധാനമായി. എന്താ ആരാൻ്റെ അടുക്കൽ നമ്മൾ ലിസ്റ്റ് കൊടുക്കുവാന്നോ? ആരാൻ്റെ അടുക്കൽ നമ്മൾ കണക്ക് കൊടുത്ത് ഞാൻ നീതിമാനായെന്ന് പറയുകയാണോ? ഒരു കാര്യവുമില്ല. ഈ യൂട്യൂബ്, ആ ഇൻസ്റ്റാഗ്രാം, ഈ ഫോർവേഡ്, ഇനി വേറെന്താണുള്ളത്? ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ഇതെല്ലാം ചെയ്തു ഇന്നത്തേക്കുള്ള കോട്ട ഞാൻ ചെയ്തു കഴിഞ്ഞു. ഒരു കാര്യവുമില്ല. ഇഫ് യു ഡോണ്ട് പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്, ഒരു കാര്യവുമില്ല. ദൈവവചനത്തിൽ നിന്നുള്ളതായിരിക്കണം കേട്ടോ, അല്ലാതെ ആരും പുള്ളിയുടെ സ്വന്തമായിട്ട് പറയുന്നതായിരിക്കരുത്. എവറിത്തിങ് ഹാസ് ടു ബി ബേസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. സെക്കൻഡ്ലി യു ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്. ഇവിടെ എന്താണ് പറയുന്നത്? യാക്കോബ് 1:23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും, ജെയിംസ് 1:23-25, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. വെറുതെ കേൾക്കുന്നവൻ മാത്രമല്ല, പ്രവൃത്തി ചെയ്യുന്നവനായിട്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന്. മത്തായിയുടെ സുവിശേഷം 7:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മാത്യു 7:24-27 അവിടെ വായിക്കുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആരാണ്? വചനങ്ങളെ കേൾക്കുന്നവൻ മാത്രമല്ല, വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. പറഞ്ഞാട്ടെ, വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. അതായിരിക്കണം നമ്മൾ. ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ഹല്ലേലൂയ. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ വചനങ്ങളെ കേട്ടാൽ മാത്രം പോരാ, ചെയ്യുന്നവരുമാകണം. അങ്ങനെ ചെയ്യാത്തവർ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. എന്താണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്തത്? ആ വചനം കേൾക്കുക മാത്രമല്ല, ആ വചനത്തിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയും ചെയ്തു. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ
നമ്മൾ ഓരോരുത്തരും അതുപോലെ ആകണം. വചനങ്ങളെ കേൾക്കുന്നവർ മാത്രമല്ല, വചനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാകണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പലരും ദൈവത്തെ സേവിക്കുവാൻ താല്പര്യമുള്ളവരാണ്. പലരും മുമ്പോട്ട് വരും. കുറച്ചൊക്കെ ദൈവത്തോടു കൂടെ നടന്നു കഴിയുമ്പോൾ അവർ പറയും, ഞാൻ ദൈവത്തിനെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനെയുള്ളവരായിരിക്കാം, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും. എനിക്ക് ഈ ചർച്ചിലുമുണ്ട്, പലയിടത്തുമുണ്ട്. ദെർ ആർ മെനി ഹു വാണ്ട് ടു സെർവ് ഗോഡ്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചിന്ത വരും, ഐ എം ഇൻ ദ മിനിസ്ട്രി, ഐ എം സർവിങ് ഗോഡ്, സോ ഐ എം റൈറ്റ് ബിഫോർ ഗോഡ്. ബട്ട് ലെറ്റ് മീ ടെൽ യു സംതിങ്. വാട്ട് ഗോഡ് വാണ്ട്സ് മോർ ദാൻ യുവർ സർവിങ് ഇസ് ഹിസ് വേർഡ് ഇൻ യുവർ ലൈഫ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സേവിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ദൈവവചനം വായിച്ച് ആ വചനത്തിനനുസരിച്ച് രൂപാന്തരപ്പെട്ട് ആ വചനത്തിനനുസരിച്ച് ഓരോ ദിവസവും ജീവിക്കുന്നവരാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വണ്ടി ഒന്ന് എടുത്തു നോക്കിക്കുക, വണ്ടിയെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ വണ്ടി ഓരോ ദിവസവും ഓടണമെങ്കിൽ അതിനൊരു ഇന്ധനം ആവശ്യമല്ലേ? എ വെഹിക്കിൾ നീഡ്സ് ഫ്യൂൽ ടു റൺ, റൈറ്റ്? അതുപോലെ നമ്മളും ദൈവത്തിന് വേണ്ടി ഓടണമെങ്കിൽ നമുക്ക് ദൈവവചനമാകുന്ന ഇന്ധനം ആവശ്യമാണ്. ദൈവവചനവും പ്രാർത്ഥനയും ദൈവത്തെ സേവിക്കുവാൻ താല്പര്യമുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. ഇതില്ലാതെ നിങ്ങൾ ദൈവത്തെ സേവിക്കുവാൻ ശ്രമിച്ചാൽ, ഒരു ഇന്ധനം ഫ്യൂൽ ഇല്ലാത്ത കാറ് ഓടിയാൽ എവിടെ വരെ ഓടും? എവിടെയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങ് നിൽക്കും, അല്ലയോ? അതുപോലെ നിന്നു പോകും. അതുകൊണ്ട് ദൈവമക്കൾ, പ്രത്യേകിച്ച് ദൈവത്തെ സേവിക്കുന്നവർ, ഇറ്റ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു എവ്രി വൺ ഇൻ ദിസ് ചർച്ച്, ഇഫ് യു വാണ്ട് ടു സെർവ് ഗോഡ്, read the word of God and pray more every day. അത് കഴിഞ്ഞിട്ടേ ദൈവത്തെ സേവിക്കാവൂ. അല്ലാതെ ദൈവത്തെ സേവിച്ചാൽ ഇത് ഒത്തിരി ദൂരം ഓടത്തില്ല. മുട്ടി മുട്ടി എവിടെയെങ്കിലും പോയി അങ്ങ് നിൽക്കും. അങ്ങനെ ആവരുത്. യു നീഡ് ദ ഫ്യൂവൽ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് പ്രെയർ ഇൻ യുവർ ലൈഫ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സേവിക്കുവാൻ മുൻപോട്ട് വരണം. യോശുവയെ ദൈവം വിളിച്ചു. മോശയുടെ കാലം കഴിഞ്ഞു. തൻ്റെ ജനത്തെ നയിക്കുവാനായിട്ട് യോശുവയെ ദൈവം തിരഞ്ഞെടുത്തു. യോശുവയ്ക്ക് താനൊരു വലിയ കേമനായിട്ടൊന്നും തോന്നിയില്ല. കാരണം ബിഫോർ ഹിം വാസ് എ സ്പിരിച്വൽ ജയന്റ് മോസസ്. യോശുവ മോശയോട് കൂടെ നടന്നവനാണ്. യോശുവയ്ക്ക് അവൻ വളരെ ഒരു ചെറിയവനായിട്ട് തോന്നി. കാരണം മോശ വലിയ ആത്മീയമായിട്ടുള്ള വലിയൊരു മനുഷ്യനായിരുന്നു. അവൻ്റെ മുമ്പായ വലിയ വലിയ അത്ഭുതങ്ങൾ യോശുവ കണ്ടു. മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം യോശുവയോട് വന്ന് സംസാരിച്ചു. യോശുവയെ, നീയാണ് ഈ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുവാൻ പോകുന്നത്. യോശുവയ്ക്കപ്പോൾ അവനൊരു കുറഞ്ഞവനായിട്ടാണ് തോന്നിയത്. ഞാനിതെങ്ങനെ ചെയ്യും? ബട്ട് ഗോഡ് ടോൾഡ് ഹിം ദ സീക്രട്ട് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ് ആൻഡ് മിനിസ്ട്രി. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മിനിസ്ട്രിയിലും, ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഠിത്തത്തിൽ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, എല്ലായിടത്തും ടു ബി സക്സസ്ഫുൾ ആൻഡ് പ്രോസ്പെറസ്, ഗോഡ് ടോൾഡ് ഹിം ദ കീ ടു ഇറ്റ്. എന്താണ്? യോശുവ 1:8. ജോഷുവ ചാപ്റ്റർ 1:8. ദൈവം യോശുവയോട് പറഞ്ഞു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത് ആദ്യമേ? Do not let this book of the law depart from your mouth. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ഈ ന്യായപ്രമാണത്തിൻ്റെ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൻ്റെ അർത്ഥം നീ അതിനെ പഠിക്കണം, നീ അതിനെ സംസാരിക്കണം, നീ അതിനെ പ്രാർത്ഥിക്കണം. Do not let this book of the law depart from your mouth, in your learning, in your speaking, in your praying. നീ ഈ വചനത്തെ പഠിക്കണം, ഈ വചനത്തെ മാത്രം നീ സംസാരിക്കണം. Some of you need a change in your vocabulary. നിങ്ങളുടെയൊക്കെ ചില വാക്കുകളുണ്ടല്ലോ, ദൈവം മാറ്റേണ്ടത് ആവശ്യമുണ്ട്. സഭയിൽ ഇരിക്കുമ്പം മാത്രം ദൈവ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വെളിയിൽ പോകുമ്പം ഈ ലോകത്തെ ആൾക്കാരെ പോലെ സംസാരിക്കരുത്. Your word should be the word of God. നമ്മൾ സംസാരിക്കുന്നത് ദൈവവചനത്തിൽ നിന്നായിരിക്കണം. പോയി വാക്കുകൾ സംസാരിക്കരുത്, വെറും വാക്കുകൾ സംസാരിക്കരുത്. Not even in joking. When you speak, your words carry life. The tongue has the power of life and death. മനസ്സിലാകുന്നുണ്ടോ? സോ യേശു എന്താണ് ഇവിടെ പറയുന്നത്? ദൈവം യോശുവയോട്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്.
അതായത് ഈ വാ നീ തുറക്കുന്നെങ്കിൽ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് മാത്രമായിരിക്കണം നിന്റെ വായിൽ നിന്ന് വരുന്നത്. നീ അത് പഠിക്കണം, നീ അത് സംസാരിക്കണം, നീ അത് പ്രാർത്ഥിക്കണം. പറഞ്ഞാട്ടെ, നീ പഠിക്കണം, നീ സംസാരിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക, അല്ലാതെ ഇങ്ങനെ ചുറ്റും പോയി കറങ്ങി എല്ലാം സംസാരിച്ചേച്ച് ദൈവം പറയുന്നത് എന്താ ഈ പറയുന്നത്. പക്ഷെ വചനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അറിയാമോ? ദൈവം കേൾക്കുക, ഇത് ഞാൻ പറഞ്ഞതാണല്ലോ ഇവൻ സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞതാണല്ലോ ഇവൻ പ്രാർത്ഥിക്കുന്നത്. ഉത്തരം ഇതാ പൈതലേ. കാരണം എന്തുവാ? ദൈവം പറഞ്ഞത് ഞാൻ ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പാ എന്നോട് പറഞ്ഞില്ലേ ഇത് തരുമെന്ന്? ആ ശരിയാ, ഞാൻ പറഞ്ഞു, എന്നാ അങ്ങനെയായിരിക്കും ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, ആദ്യം. രണ്ടാമത്, നീ രാവും പകലും അതിൽ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. രാവും പകലും നീ അതിൽ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. നിന്റെ ചിന്തകൾ വചനത്തിൽ നിന്നായിരിക്കണം. നീ അതിൽ കൂടി രൂപാന്തരപ്പെടണം. നിന്നെ ധ്യാനിക്കുമ്പോൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ മനസ്സെങ്ങനെയാണെന്ന്. ഒരു നിമിഷം ഒന്ന് അനുവദിച്ചാണ്ടല്ലോ വേണ്ടാത്ത ചിന്തകളൊക്കെ ചിന്തിക്കും, അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് നീ രാവും പകലും ഇതിൽ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇതിൽ നീ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ചിന്തകൾ മാത്രമായിരിക്കും നിന്റെ ഉള്ളിൽ. സാത്താൻ്റെ ചിന്തകൾ വരികയില്ല, ഈ ലോകത്തിൻ്റെ ചിന്തകൾ വരികയില്ല. ദൈവത്തിൻ്റെ ചിന്തകൾ നിന്റെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തും. അങ്ങനെ രാവും പകലും നീ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അടുത്തായിട്ട് പറയുന്നു, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നീ നടക്കണം. എന്ത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നുവോ അതുപോലെ ആയിരിക്കണം നീ പ്രവർത്തിക്കുന്നത്. ദൈവവചനത്തിൽ അത് എഴുതിയിട്ടില്ലയോ നീ അത് ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ചായിരിക്കണം നീ പ്രവർത്തിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും നീ പ്രമാണിച്ച് നടക്കണം. എന്നാൽ, പറഞ്ഞാട്ടെ, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. Then you will be prosperous and successful. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഇന്ന് നമുക്കെല്ലാവർക്കും ദൈവം മുമ്പാകെ ഒരു തീരുമാനമെടുക്കാം. ദൈവത്തോട് സമർപ്പണമാവട്ടെ. ദൈവമേ, അങ്ങയുടെ വചനം അങ്ങാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. The word was God. Hallelujah. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു, വചനം ജഡമായി തീർന്നു. The word became flesh. ഞങ്ങൾ കർത്താവേ, ജഡത്തിലായിരിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. May the word become flesh in us today, Lord. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജഡത്തിലേക്ക് വരട്ടെ ദൈവമേ. We need you more than anything, Lord. And your words are you, Lord. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് ഓരോ ദിവസവും ഞങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് കർത്താവേ, അങ്ങയുടെ വചനം, ഈ വേദപുസ്തകം ആകുന്ന വചനം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ ദൈവമേ. എന്നാലും പലപ്പോഴും കർത്താവേ, ഞങ്ങൾ പലരും ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും അങ്ങയുടെ വചനം ഞങ്ങൾ വായിക്കുന്നില്ല. ഞങ്ങൾ പലരുടെയും ജീവിതത്തിൽ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ വചനം ഞങ്ങൾ വായിക്കുന്നില്ല. അത് ഞങ്ങൾ സമ്മതിക്കുന്നു ദൈവമേ. ഇന്ന് കർത്താവേ, ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവല്ലോ. ഈ വേദപുസ്തകം അങ്ങ് ഞങ്ങൾക്ക് എഴുതിയിരിക്കുന്ന, അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. അത് അങ്ങയുടെ സ്നേഹമാണ്, അത് ഞങ്ങളോടുള്ള കരുതലാണ്, അത് അങ്ങ് ഞങ്ങൾക്ക് തരുന്ന വാഗ്ദത്തമാണ്, അത് ഞങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് ദൈവമേ. കൂടുതൽ കൂടുതൽ വചനം വായിക്കുവാൻ, ഓരോ ദിവസവും യേശു ക്രിസ്തുവിനെ പ്രാപിക്കുവാൻ ദൈവമേ, യേശുവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ജീവൻ ഞങ്ങളിലേക്ക് പ്രാപിക്കുവാൻ, ഓരോ ദിവസവും വചനം കൂടുതൽ വായിക്കുവാൻ, അതിൽ കൂടി പ്രാപിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ എല്ലാവരും കുറവുള്ളവരാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു ദൈവമേ. Your grace is sufficient for us, Lord. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതി ദൈവമേ. യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുവരുന്നു. ഞങ്ങളെ ശോധന ചെയ്യണമേ. അങ്ങയുടെ ആത്മാവിൽ കൂടി ഞങ്ങളെ ബലപ്പെടുത്തണമേ ദൈവമേ. ഇന്നു മുതലേ എല്ലാ ദിവസവും കർത്താവേ, അങ്ങയുടെ വചനം കൂടുതൽ കൂടുതൽ വായിക്കുവാൻ, അങ്ങയുടെ വചനത്തിൽ കൂടി ഞങ്ങളുടെ ദിവസം തുടങ്ങുവാൻ, അങ്ങയുടെ വചനത്തിൽ കൂടി ഞങ്ങളുടെ ദിവസത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, അങ്ങയുടെ വചനത്തിൽ ഓരോ ദിവസവും അവസാനിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും കർത്താവേ, അവരുടെ ജീവിതത്തിൽ എന്നും രാവിലെ ദൈവവചനം വായിക്കുവാൻ, എന്നും ഉച്ചയ്ക്കും കർത്താവെ വചനം വായിക്കുവാൻ, അതുപോലെ രാത്രിയിലും വചനം വായിക്കുവാൻ കർത്താവെ ഇന്നു മുതൽ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകം കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥലത്ത് ഉച്ചയ്ക്ക് കർത്താവെ അവർ പേപ്പറിൽ എഴുതി കൊണ്ടുപോയാണെങ്കിലും അത് വായിക്കുവാൻ, അതിൽ ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഓരോ ദൈവമക്കൾക്കും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഇന്നു മുതൽ കർത്താവെ വചനത്തിൽ മാത്രമായിരിക്കുവാൻ, വചനം പറയുന്നതനുസരിച്ചായിരിക്കുവാൻ, എപ്പോഴും വചനത്തിൽ നിലനിൽക്കുവാൻ, അതിൽ കൂടി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹം പ്രാപിക്കുവാൻ, വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കർത്താവെ. അങ്ങ് തന്നെ ആ നല്ല പ്രവൃത്തിയെ ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.